ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടിപ്പായിട്ടാണ്. 3 ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കുരുമുളകിൻ്റെ ഇല കൊണ്ടാണ് നമ്മൾ 3 ടിപ്സും ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇല ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുന്നേ പിച്ചി കൊണ്ടുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വാടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഇത് മതി. നമ്മുടെ ഈ കുരുമുളകിൻ്റെ ഇല ഇതിൽ ഒന്ന് 2-3 എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഇടിച്ചെടുക്കുന്ന കല്ലുണ്ടല്ലോ, അതിലൊറ്റൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താലും മതി. ഇനി ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ആ ഒരു ഇലയ്ക്കകത്തോട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇതിൻ്റെ ആവിയൊന്നും പുറത്തോട്ട് പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് അടച്ച് വെക്കണം. നമ്മുടെ കുരുമുളകിൻ്റെ ഇലയിൽ ആ ഒരു സത്ത് എല്ലാം ആ വെള്ളത്തിനകത്ത് നല്ലപോലെ ലയിക്കുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. വെള്ളം അവിടെ ഇരുന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഞാനൊരു ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റസ്കോ ബ്രെഡോ എന്തോ ആകാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്രീം ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തു. ഏത് ബിസ്ക്കറ്റ് ആയാലും ബ്രെഡായാലും റസ്ക് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചതച്ചെടുത്ത ഇലയുണ്ടല്ലോ, പകുതി ഇലയെ നമ്മൾ വെള്ളത്തിനകത്ത് ഇട്ടുള്ളൂ. അപ്പോൾ ബാക്കി പകുതി എടുത്ത് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പാരസിറ്റമോളാണ് കേട്ടോ. എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പാരസിറ്റമോൾ ഉണ്ടെങ്കിൽ അത് മതി. ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 എടുത്തുന്നേ ഉള്ളൂ. ഒരെണ്ണം തന്നെ ധാരാളമാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതും പൊടിച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സിനകത്തോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ പൊടിയും നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും അതുപോലെ പാരസെറ്റാമോളൊക്കെ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാത്രത്തിനകത്ത് പറ്റാത്തതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഇല ഇങ്ങനെ വേറിട്ടാണ് കിടക്കുന്നത്. ഒരു അല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വെറ്റായിട്ട് വരും. മാത്രമല്ല പാറ്റ, എലി, പല്ലി ഇവയ്ക്കൊക്കെ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലടി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവയെ ആകർഷിക്കാനും പറ്റും. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ചെറിയ ചെറിയ അടപ്പുകളിലാണ് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും മതി. പക്ഷെ നമ്മൾ കബോർഡിനകത്തും കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിത് വെക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ അടപ്പുകളിൽ കുറച്ചായിട്ട് വെച്ചിട്ട് ഇതാ സ്റ്റൗവിൻ്റെ അടിയിലും സ്റ്റൗവിൻ്റെ മുകളിലും അതുപോലെ എലി, പല്ലി ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ, പാറ്റയൊക്കെ വരാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഇലയ്ക്ക് ഒരു തരം രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധമാണ്. അതുപോലെ തന്നെ പാരസിറ്റമോളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയുടെ മണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവ അടുക്കും. നമ്മുടെ ആ ഒരു നേരത്തെ ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചൂട് വെള്ളം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇലയുടെ സത്തൊക്കെ അതിനകത്തോട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൗഡർ, നമ്മൾ ഏത് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഏതെങ്കിലും പൗഡർ, ഇനിയിപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ ആയാലും കുഴപ്പമില്ല, നല്ല മണമുള്ളൊരു പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ആ ഒരു കുരുമുളകിൻ്റെ ഇലയുടെയും പൗഡറിൻ്റെയും രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മണം നമുക്ക് കിട്ടുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊരു ബോട്ടിലോട്ട് അരിച്ചൊഴിക്കണം കേട്ടോ. നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ. ഇതേപോലെ തന്നെ ഈച്ച, കൊതുക് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലോട്ട് ഒഴിക്കാനായിട്ട് പോവാണേ. ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒഴിക്കാം, നമുക്ക് എളുപ്പം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. നമ്മളിതാ ഇതുപോലെ ഒരു കുപ്പിയിലോട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അടിയിൽ ആ പൗഡറൊക്കെ ഒന്ന് കലങ്ങി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിരിച്ചതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു അടപ്പിനകത്ത് ഹോളിട്ടിട്ട് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ഈ ഒരു കവറിനകത്ത് പഴം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഈച്ചയും കണ്ണീച്ചയും ഒക്കെ ആ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാനിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു വൈറ്റ് ജഗ് അവിടെ കാണാം, ഫ്ലാസ്ക്, അതിൻ്റെ പുറത്തൊക്കെ അത് വീണിട്ടുണ്ട്. അതിനകത്തൊക്കെ ആ ഒരു ഈച്ച വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെയൊക്കെ ആക്കിയത്. അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ അടിയിലും ഒക്കെ ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് പിള്ളേർ ഫുഡ് കഴിച്ച ടീപ്പോയാണ് കേട്ടോ, ഹാളിലിരിക്കുന്ന ടീപ്പോയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അപ്പം തന്നെ കുറേ ഈച്ചകൾ എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം ഈച്ച ശല്യം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ കാണാനിടയായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ഷോള് കഴുകേണ്ട ഷോളാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിനകത്തും അതുപോലെ ഈച്ച വന്നിരിപ്പുണ്ടായിരുന്നു. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലോണം റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്പാണ് ഈ ഒരു മൂന്നാമത്തേത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് നേരത്തെ ചതച്ചെടുത്ത പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. 1-2 എണ്ണം എടുത്താലും മതി. ഞാനിപ്പം കുറച്ചധികം ആക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു വെളുത്തുള്ളിയിൽ നിന്ന് കുറച്ച് എണ്ണം കൂടെ അടർത്തി എടുത്തിട്ട് അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇടികലയിലൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയുടെയും അതുപോലെ കുരുമുളകിൻ്റെ ഇലയുടെ ഒരു എരിവ് കലർന്ന ഒരു മണമാണ് കേട്ടോ. അത് മണക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. അപ്പം പല്ലിയുടെയും പാറ്റയുടെയും ഈച്ചയുടെയും കാര്യമൊന്നും പറയണ്ട. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല വെട്ടി തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 ഇല എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. 1-2 ഇലയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെട്ടി തിളച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഒത്തിരി തണുക്കാനായിട്ട് വെക്കേണ്ട. നമുക്ക് ചെറു ചൂടോടെ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2-3 സ്പൂണോളം വിനാഗിരി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. വിനാഗിരിയും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. വിനാഗിരിയും അതുപോലെ ആ ഒരു കുരുമുളകിൻ്റെ ഇലയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈച്ചയും പാറ്റയും ഒക്കെ പമ്പ കിടക്കുന്ന ഉറപ്പാണ്. അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള ഗന്ധമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇത് ഒത്തിരി ഒന്നും ചൂടാറാനായിട്ട് വെക്കേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈച്ചയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിലും അതുപോലെ കൗണ്ടർ ടോപ്പിൽ ഈച്ച പല്ലി ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ടിഷ്യൂ കൊണ്ടൊന്ന് കിച്ചൺ ടിഷ്യൂ ആണ് കേട്ടോ. അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പും സ്ലാബും സിങ്കിൻ്റെ ആ ഭാഗങ്ങളിലും ഒക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ നൈറ്റിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് നമ്മളിതുപോലെ സിങ്കിൻ്റെ അവിടെയും കൗണ്ടർ ടോപ്പിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ വന്നിട്ട് തുടച്ചാലും മതി. അപ്പോൾ ഞാനിത് ഇതുപോലെ എല്ലായിടും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള കെമിക്കലുകളൊക്കെയാണ് ഇതുപോലുള്ള ഈച്ച മരുന്നുകളിലും അതുപോലെ പാറ്റ മരുന്നുകൾ കൊല്ലുന്ന മരുന്നുകളിലൊക്കെ വരുന്നത്. ഇത് നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ചെയ്യുന്നതായതുകൊണ്ട് ഒട്ടും പേടിക്കാതെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിള്ളേരുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ എന്തായാലും ഈച്ചകളൊക്കെ കാണും. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതുപോലെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തൂത്ത് നല്ലൊരു വെള്ളം കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ടിഷ്യോ ഒരു ടവലോ കൊണ്ട് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി കൊടുത്താലും മതി. എന്തായാലും ഈച്ച ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു ടിപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചപ്പോൾ തന്നെ ഒരു ഈച്ച വന്ന് അവിടെ കിടന്ന് പിടയുന്നുണ്ട്. അല്ലെങ്കിൽ മയങ്ങിയൊക്കെ വീഴുന്നുണ്ട്. എന്തായാലും ഈച്ച ശല്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ വിനാഗിരിയും നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും എല്ലാം കൂടെ ചേർന്നതുകൊണ്ടായിരിക്കണം ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈച്ചയുടെ ശല്യം കൊണ്ടും പാറ്റ അതുപോലെ പല്ലി ഇതൊക്കെ നമ്മുടെ കിച്ചണിൽ ഉള്ളപ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവയുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബായ്.